ഹായ് ഫ്രണ്ട്സ്, പിപ്പീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ സ്റ്റൂവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ ബീഫ് വെച്ചാണ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യം ചിക്കൻ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വാ. ഇനി കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, ഇഞ്ചി, കറിവേപ്പില. പിന്നെ അതുകൂടാണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. കൂടാതെ തന്നെ കുറച്ച് ഗ്രീൻ പീസ്, പച്ചട്ടാണിയാണ്, നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ രണ്ടാം പാലാണിത്, ഇത് ഒന്നാം പാൽ. കുറച്ച് മസാലക്കൂട്ട്. ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു സവാള, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ഇട്ട് ഞാൻ വേവിച്ചെടുത്തേക്കുന്ന ചിക്കനാണത്. ഇത് നമുക്ക് ലാസ്റ്റ് നെയ്യിൽ വറുത്തിടാനുള്ളത്. ഇപ്പം നമുക്ക് പാചകം തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കറുകപ്പട്ട, മസാലക്കൂട്ട് അല്ലേ? മസാലക്കൂട്ട് ഇട്ടു. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടു. കുറച്ച് മല്ലിയില ഇട്ടു. വേപ്പില. അതെല്ലാം കൂടി കിടന്നൊന്ന് വാടിക്കോട്ടെ. നമുക്ക് സവാള ഇട്ട് കൊടുക്കട്ടോ. സവാളയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കിനി ഈ അട്ടാണ് ഇട്ട് കൊടുക്കട്ടോ. ഇതൊന്ന്, അതായത് ഗ്രീൻ പീസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രം. ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. അതെ, ഗ്രീൻ പീസ്, അതായത് പച്ച പീസ് അങ്ങോട്ട് ഇതിൽ കിടന്ന് ചൂടാവട്ടെ. ഇത് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലൊക്കെ കിടന്നൊന്ന് വാടുമല്ലോ അത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. വേവിച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ചിക്കൻ അങ്ങോട്ട് കുക്കറിൽ കിടന്ന് വെന്തപ്പോ ഒരു കട്ട പിടിച്ച അപ്പൊ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്ക്. ചിക്കനൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങിലൊന്ന് സെറ്റായി വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ സെറ്റായി വരട്ടെ അല്ലെ? സെറ്റായി വന്നിട്ട് നമുക്ക് അതിൻ്റെ അകം, അതായത് പാചകം നടക്കുന്ന നമ്മുടെ
എന്താ പറയുന്ന പാചകം നമുക്ക് അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റായി വരട്ടെ, എന്നിട്ട് അകം കാണിക്കാം. ഇപ്പൊ റെഡിയായി വരുന്നുണ്ട്. അടുത്ത സ്റ്റേജ് നമുക്ക് ചെയ്യാം. അടുത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. വാ. അതെ, നമ്മളെ വീടിന്റെ സിറ്റ് ഔട്ടിൽ എന്നിട്ടാണ് നമ്മൾ ഈ പാചകമൊക്കെ ചെയ്യണത്. ചില സമയത്ത് നമ്മൾ കിച്ചണിലാണ് ചെയ്യണത്. പക്ഷെ ഇപ്പൊ നമ്മള് സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലാണ്. നല്ലൊരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കണത്, ഈ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിൽ. അപ്പൊ എന്താ ചെയ്യാ നമ്മള് തേങ്ങാപ്പാൽ, രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കണം. സെക്കൻഡ് പാൽ ഒഴിക്കാനുള്ള പരിപാടി അത് നമുക്കൊന്ന് കാണാം. ഈ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ ഇത് പിടിച്ചിട്ടുണ്ട്. പിടിക്കട്ടെ. ഇനി ഇത് നന്നായിട്ട് തിളക്കണം. സെക്കൻഡ് പാൽ ആയതുകൊണ്ട് നന്നായിട്ട് തിളക്കാം. തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് പഞ്ചസാരയും കൂടി ഇടണം. അതായത് 1 സ്പൂൺ പഞ്ചസാര. 1 സ്പൂൺ പഞ്ചസാര എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. മധുരം അല്ലെ? അതായത് സ്റ്റൂ കറിക്ക് എപ്പോഴും ഇത്രയും മധുരം വേണമെന്നുള്ളതാണ് പഞ്ചസാര. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ഇട്ടേ പറ്റൂ, എന്നാലും അതിനൊരു രുചി ഉണ്ടാവുള്ളൂ. എന്തായാലും ക്യാമറയുടെ മുമ്പിൽ പിപ്പി നല്ല സുന്ദരിയായിട്ട് നിന്ന് പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഗ്ലാമറാണ്, സുന്ദരിയാണ്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയണല്ല, അടിപൊളിയാണ്. ഇങ്ങനെ പൊക്കല്ലേ. അല്ല, ഞാൻ 1-ാം പാൽ ഒഴിച്ചിട്ടില്ല. നമ്മുടെ കറിക്ക് കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ. അത് കുറച്ച് ഒഴിക്കണേ. കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നത് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. സ്റ്റൂ കറികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി 1-ാം പാൽ ഒഴിക്കാം കേട്ടോ. യെസ്, തലപ്പാലെന്ന് പറയും നമ്മള് അല്ലെ? തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ചെന്നുള്ളതാണ്. ഒന്ന് ചൂടായാൽ മതി. ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നെയ്യിൽ വറുത്തെടുക്കണം. യെസ്, നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ക്രിസ്മസ് നമുക്കൊന്ന് ചൂടായി. നമുക്കിത് വറുത്ത് ഇതിലേക്ക് ഇടാം. ആയിക്കോട്ടെ. എന്തായാലും മുന്തിരി അതിലേക്ക് ഇട്ടോ. ഒന്നിച്ചിടാല്ലേ? കോരി മാറ്റാം. കോരി മാറ്റി. ക്യാഷ്നട്ട് ഇട്ടോ കേട്ടോ. അതൊന്ന് എണ്ണയിൽ കിടന്നിട്ട്, എണ്ണയല്ല നമ്മുടെ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ക്രിസ്മസും കശുവണ്ടി ഇതിലൊരേ മുന്തിരി വന്നു. അതേ കൂടി നമ്മൾ അതിലേക്ക് കറിയിലേക്ക് ഇടും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണേണ്. ഗ്യാസ് ഇട്ടോളൂ. അടിപൊളി. ക്രിസ്മസ് തൊട്ട് കറി സെറ്റായി. മണോക്കടിയല്ലേ? അപ്പൊ പാചകമൊക്കെ എങ്ങനെയാ വിപ്പി? പാചകം കഴിഞ്ഞ് നമുക്ക് കറി റെഡിയായി. അപ്പൊ നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതായിക്കോട്ടെ. പ്ലേറ്റിലേക്ക് മാറ്റണം. ചിക്കൻ സ്റ്റൂ റെഡിയായി. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അതെ, അപ്പൊ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ പച്ചറൊട്ടിയാണ് വാങ്ങിച്ചേക്കുന്നത്. അതെ. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് എനിക്ക് വെള്ളയപ്പത്തിനെക്കാളും ഇഷ്ടം എനിക്ക് റൊട്ടിനെ കൂടി കഴിക്കുന്നതിന് ഇഷ്ടം. അതായത് ചിക്കൻ സ്റ്റൂ ആയാലും ബീഫ് സ്റ്റൂ ആയാലും ബ്രെഡിനെ കൂടി പച്ചറൊട്ടി അല്ലെ, പച്ചറൊട്ടിനെ കൂടി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേറെ എന്തിന്റെ കൂടെ കഴിച്ചാലും കിട്ടില്ല. അപ്പൊ അത് അനുഭവം കൊണ്ട് പറയണം. അപ്പൊ ഒന്ന് കഴിച്ച് ഈ പച്ചറൊട്ടി വാങ്ങിച്ച സ്ഥലവും കൂടി പറയണം. ഇത് നമ്മള് ഞാറക്കയിൽ പോയപ്പോ ഞാറക്കയിലുള്ള ഒരു ബേക്കറി നിന്നാണ് വാങ്ങിച്ചത്. കാരണം അവിടുത്തെ പച്ചറൊട്ടി സൂപ്പർ ആണെന്നാണ് എല്ലാരും പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത്.
അപ്പോൾ ഒരു പണി ജീവൻ ചേട്ടനും വാ കഴിക്കാൻ. ഇപ്പം കഴിച്ചോ? വാ. അങ്ങനെയാണെങ്കിൽ ഞാനിതൊന്ന് വെക്കട്ടെ. ആ, നമുക്ക് ക്യാമറ പിടിക്കാൻ ആളില്ല. ഇല്ല. അപ്പം ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെ വരാം. ആ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. സൂപ്പറാണ്. ഞാൻ വെച്ചോണ്ട് പറയാനല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിടിച്ചോ. ഞാൻ പിടിക്കാം, ഞാൻ കഴിക്കാം. ഓക്കെ. നമ്മൾ ബീഫ് സ്റ്റൂ ഒക്കെയാണ് നമ്മൾ കൂടുതൽ വെക്കാറ്. ഈ ചിക്കൻ വെച്ചിട്ടുള്ള സ്റ്റൂ ഒക്കെ വെക്കൽ വളരെ കുറവാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്കൊരു ആഗ്രഹം, പച്ചറോട്ടുകളുടെ കൂടെ ബീഫ് സ്റ്റൂ വേണമെന്ന്. ബീഫല്ല, സോറി, ചിക്കൻ സ്റ്റൂ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചിക്കൻ സ്റ്റൂ വെച്ചത്. അതൊന്ന് കഴിച്ച് നോക്കട്ടെ. എന്നാലും പിപ്പി കഴിച്ച് ഞാനൊന്ന് കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കട്ടെ. ആ, കൊള്ളാല്ലേ? എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ മധുരം, സ്റ്റൂവിൻ്റെ മധുരം, പിന്നെ ആ നെയ്യും ആ ചിക്കനും ആ ഉരുളക്കിഴങ്ങും എന്തായാലും ഒന്നും പറയാനില്ലടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച കൂട്ടല്ല, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ. കാരണം ബീഫ് ഇഷ്ടത്തിനോടാണ് എനിക്കൊക്കെ കൂടുതൽ ഇഷ്ടം. പക്ഷെ ചിക്കൻ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഒട്ടും മോശമല്ല. ബീഫിനെ പോലെ തന്നെ ചിക്കൻ സ്റ്റൂ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പ്രിയപ്പെട്ട വിവേഷ്, ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഈ കൂടുതൽ പറയാനുണ്ട്. പറയാം പിപ്പി, എന്താ പറയേണ്ടത് അവരോട്? നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. പിപ്പീസ് ബ്ലോഗ് കാണുന്ന എല്ലാ വ്യൂവേഴ്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിപ്പീസ് ബ്ലോഗിൻ്റെ ചിക്കൻ സ്റ്റൂ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും പിപ്പീസ് ബ്ലോഗിൻ്റെ ബൈ ബൈ. ഓക്കെ, ബൈ 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 ബൈ. ബൈ ബൈ.